ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ബയോളജിയിലെ ബോട്ടണി ഓൺലൈൻ ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ബയോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? എന്നാൽ കുറച്ചുകൂടി വിശദമായിട്ട് ബയോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതായത് കുറച്ചുകൂടി ആഴങ്ങളിലാണ് നമ്മൾ ഇനിയുള്ള 2 വർഷം, അതായത് +1ലും +2ലും നിങ്ങൾ ബയോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത്. ബയോളജിയെ നമ്മളിവിടെ രണ്ട് വിഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നു. അതായത് ബോട്ടണി എന്നും സുവോളജി എന്നും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനിയുള്ള അടുത്ത സെഷനിൽ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ബയോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, തുടക്കം, ആമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബയോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ബയോളജി എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ജീവശാസ്ത്രം എന്ന് നമ്മൾ പറയും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ ജീവനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബയോളജി എന്ന് പറയുന്നതിന് ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു. എന്താണ്? നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവികളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം, ഇനി നമ്മളെല്ലാം ഇംഗ്ലീഷിലോട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ടൊരു കാര്യം പഠിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ബയോളജി? അപ്പോൾ എന്താണ് ബയോളജിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രശാഖയാണ് അല്ലേ? സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. സോ ബയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ഓർ ലൈഫ്. ജീവികളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോളജി. അപ്പോൾ എന്താണ് ബയോളജി? ബയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. മനസ്സിലായല്ലോ? ഇനി ഈ ബയോളജി എന്ന് പറയുന്ന വാക്ക് അതെങ്ങനെയാണ് ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ ഇത് ബയോളജി എന്ന് പറയുന്ന വാക്ക് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രീക്ക് വേർഡ്സ് ഏതൊക്കെയാണ്? 2 ഗ്രീക്ക് വേർഡ്സ്. അതിലൊന്നാമത്തേത് ബയോസ്, BIOS, ബയോസ് എന്ന് പറഞ്ഞാൽ, ബയോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ലൈഫ് എന്നും, അതുപോലെ തന്നെ ലോഗോസ്, LOGOS, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നുമാണ്. അപ്പോൾ എന്താണ്? ബയോളജി എന്ന് പറയുന്ന വാക്ക് ബയോസ് എന്നും ലോഗോസ് എന്നും പറയുന്ന 2 ഗ്രീക്ക് വേർഡ്സ്, 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ബയോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ലൈഫ് എന്നും ലോഗോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റഡി എന്നുമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ബയോസ് ആൻഡ് ലോഗോസ്. അപ്പോൾ ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള പഠനമാണല്ലോ ബയോളജി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ലിവിങ് തിങ്സിനെ, അതായത് ജീവികളെ, നമുക്ക് പ്രധാനമായിട്ടും 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അതിലൊന്നാമത്തേത് പ്ലാന്റ്സ് എന്നും രണ്ടാമത്തേത് ആനിമൽസ് എന്നും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയം പ്ലാന്റ്സും ആനിമൽസും മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലേ? അല്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബയോളജി എന്ന് പറയുന്നതിനെ നമ്മളിവിടെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ബയോളജി, it is mainly subdivided into 2 main groups or 2 main categories. The first one is called botany, 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 and second one is zoology, ZOOLOGY. സോ ബയോളജിയെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ബോട്ടണി, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ സസ്യശാസ്ത്രം എന്നും, സുവോളജി അല്ലെങ്കിൽ ജന്തുശാസ്ത്രം എന്നും പറയും. ബോട്ടണി ഓർ എന്താണ്? സസ്യശാസ്ത്രം എന്നും, സുവോളജി അല്ലെങ്കിൽ എന്തെന്നും പറയും? ജന്തുശാസ്ത്രം എന്നുമാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും അല്ലാതെ സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ടൊരു ചാപ്റ്ററായിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ബയോളജിയെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ബോട്ടണി എന്നും രണ്ടാമത്തേത് സുവോളജി എന്നും. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജി എന്ന് പറയുന്ന ഒരു വലിയ സയൻസിൻ്റെ വലിയൊരു ശാഖയാണ്. അപ്പോൾ ഈ ഒരു ശാഖ അല്ലെങ്കിൽ ബയോളജി എന്ന് പറയുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിന് ഒരു ഫാദർ, ഒരു പിതാവുണ്ട്. ആരാണ് ബയോളജിയുടെ ഫാദർ?
അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബയോളജി. ബയോളജി അതായത് ജീവശാസ്ത്ര ശാഖയുടെ പിതാവായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബയോളജി. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ സബ് ബ്രാഞ്ചസിലേക്ക് അതായത് ബോട്ടണിയിലേക്കും സുവോളജിയിലേക്കും വരുന്നു. അപ്പോൾ എന്താണ് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രം എന്ന് ചോദിച്ചാൽ the branch of biology which deals with the study of plants which found in our environment. നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന, നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യവിഭാഗങ്ങളെക്കുറിച്ച്, അതായത് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ചെടികളൊക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സസ്യവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രം. ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, ഇറ്റ് ഈസ് കോൾഡ് ബോട്ടണി. അപ്പോൾ ഈ ബോട്ടണി എന്ന് പറയുന്ന ബ്രാഞ്ചിനും ഒരു ഫാദർ ഉണ്ട്. ആരാണ് ബോട്ടണിയുടെ ഫാദർ? തിയോഫ്രാസ്റ്റസ്. ആരാണ്? തിയോഫ്രാസ്റ്റസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബോട്ടണി. ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കരുതപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് എന്ന സയൻറ്റിസ്റ്റിനെയാണ്. തിയോഫ്രാസ്റ്റസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബോട്ടണി. ഇനി അതുപോലെ ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സുവോളജി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സുവോളജി? ബോട്ടണി പറഞ്ഞ പോലെ നമുക്ക് സുവോളജിക്കും ഒരു ഡെഫിനേഷൻ കൊടുക്കാം. എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആനിമൽസ്. ജന്തുക്കളെക്കുറിച്ച്, അനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് സുവോളജി. അപ്പോൾ ബോട്ടണിക്ക് നമ്മളൊരു ഫാദറിനെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ സുവോളജിക്കും ഉണ്ടാവും ഒരു ഫാദർ. ആരാ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്ന അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് സുവോളജി. അപ്പോൾ നമ്മൾ ബയോളജിയുടെയും അതോടൊപ്പം തന്നെ സുവോളജിയുടെയും ഫാദറായിട്ട് കരുതപ്പെടുന്നത് ആരെയാണ്? അരിസ്റ്റോട്ടിലിനെയാണ്. എന്നാൽ ബോട്ടണിയുടെ ഫാദറായിട്ട് കരുതുന്നത് ആരെയാണ്? തിയോഫ്രാസ്റ്റസ് എന്ന സയൻറ്റിസ്റ്റിനെയാണ് നമ്മൾ ബോട്ടണിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ശരി, അപ്പോൾ നമ്മൾ ബോട്ടണിയെക്കുറിച്ചും സുവോളജിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള, അതായത് പ്രധാനമായിട്ടുള്ള ശാസ്ത്രശാഖയായിട്ടുള്ള ബയോളജിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി ഈ ബയോളജി ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ശാസ്ത്രശാഖയാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ മരമായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു വലിയ മരം നമ്മൾ എടുക്കുമ്പോൾ വലിയ മരത്തിൽ ഒരുപാട് ബ്രാഞ്ചസ് അല്ലേ, ശാഖകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിനും ഒരുപാട് ശാഖകളുണ്ട്. അപ്പോൾ എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് വഴിയെ മനസ്സിലാക്കും. അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു 4 ബ്രാഞ്ചസിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നു. പ്രധാനമായിട്ട് വേണ്ട 4 ബ്രാഞ്ചസ് ആണ്. ഒന്ന് മോർഫോളജി, MORPHOLOGY, മോർഫോളജി. 2 അനാട്ടമി, ANATOMY, അനാട്ടമി. 3 സൈറ്റോളജി, CYTOLOGY, സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്നും പറയാം. 4മത്തേത് ഫിസിയോളജി, PHYSIOLOGY, ഫിസിയോളജി. ഇങ്ങനെ 4 ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? മോർഫോളജി, അനാട്ടമി, സൈറ്റോളജി ആൻഡ് ഫിസിയോളജി. ഈ 4 ബ്രാഞ്ചസ് മാത്രമല്ല ബയോളജിക്കുള്ളത്, ഒരുപാട് സബ് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമുള്ള 4 ബ്രാഞ്ചസിനെ കുറിച്ച് ഞാൻ പറയുന്നു. കാരണം ഈ 4 ബ്രാഞ്ചസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 4 ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ള ബ്രാഞ്ചസിനെ കുറിച്ച് നമുക്ക് വഴിയെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണ്? മോർഫോളജി, അനാട്ടമി, സൈറ്റോളജി ആൻഡ് ഫിസിയോളജി. ഈ 4 ബ്രാഞ്ചസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിലാദ്യത്തേത് മോർഫോളജി. എന്താണ് മോർഫോളജി? അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ്. നമ്മളിപ്പോൾ ബോട്ടണിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതായത് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച്, ബാഹ്യമായ പുറമേ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് മോർഫോളജി. പുറമേ നിന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെടിയെ നോക്കുമ്പോൾ അതിൻ്റെ ഫ്ലവർ, ലീവ്സ്, അതിൻ്റെ സ്റ്റെമ്മ്,
ഇങ്ങനെയുള്ള പ്രത്യേകതകൾ അല്ലേ. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ബോട്ടണിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മോർഫോളജി. മോർഫോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ്. ഇനി രണ്ടാമത്തേത് അനാട്ടമി എന്ന് പറയും. അനാട്ടമി എന്ന് പറഞ്ഞാൽ അനാട്ടമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി which deals with the study of internal features. അതായത് ആന്തരികമായിട്ട്, നേരത്തെ നമ്മൾ ബാഹ്യമായിട്ടുള്ളതാണ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആന്തരികമാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഇപ്പോൾ അതിൽ തന്നെ വരുന്ന ഒരുപാട് കണ്ടൻസ് അല്ലെങ്കിൽ ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട് ഇൻറ്റേർണൽ ആയിട്ട്. ഇപ്പോൾ അതിൽ തന്നെ ഈ സെല്ലിനോട് റിലേറ്റ്, സെല്ല് എന്ന് പറയുന്ന പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതിൽ ആന്തരികമായിട്ട് കാണുന്ന ഘടനയെക്കുറിച്ച്, ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ബോട്ടണിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് അനാട്ടമി. സോ അനാട്ടമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി which deals with the study of internal features or internal characteristics of plants. ഇത് തന്നെ പ്ലാന്റ്സിലും അനിമൽസിലും വരുന്നുണ്ട്. അപ്പോൾ ബയോളജിയിൽ തന്നെ വരുന്ന ഒരു ബ്രാഞ്ച് ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതായതുകൊണ്ടാണ് പ്ലാന്റ്സ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പോൾ അനിമൽസിലാണെന്നുണ്ടെങ്കിൽ അനിമൽസിൻ്റെ മോർഫോളജി എന്ന് പറയും, അല്ലെങ്കിൽ അനിമൽസിൻ്റെ അനാട്ടമി എന്ന് പറയും. പ്ലാന്റ്സിനാവുമ്പോൾ പ്ലാന്റ്സിൻ്റെ മോർഫോളജി അല്ലെങ്കിൽ അനാട്ടമി എന്ന് പറയുന്നു. സോ ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് internal features of plants, it is called anatomy. ഇനി മൂന്നാമത്തേത് സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി. The branch of botany which deals with the study of structural and functional aspects of cell. അതായത് കോശത്തെക്കുറിച്ച്, ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് കോശങ്ങൾ. ബേസിക് കമ്പോണൻസ് ആണ്, ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സെൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സെല്ല് അല്ലെങ്കിൽ കോശങ്ങളെക്കുറിച്ച് അതിൻ്റെ സ്ട്രക്ചറലായിട്ടും ഫങ്ഷണലായിട്ടും ഘടനാപരമായിട്ടും അതോടൊപ്പം തന്നെ ജീവധർമ്മപരവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ? The branch of botany which deals with the study of structural and functional aspects of cells. ഇനി നാലാമത്തേതും നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള അവസാനത്തേതുമായ ബ്രാഞ്ചാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. സോ ഫിസിയോളജി, ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഫിസിയോളജി. സോ ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എന്താണ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, വേണമെങ്കിൽ അങ്ങനെയും പറയാം, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വേരിയസ് ലൈഫ് പ്രോസസ്സസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈഫ് പ്രോസസ്സുകളെക്കുറിച്ച്, ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഫിസിയോളജി. അപ്പോൾ 4 കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു: മോർഫോളജി, അനാട്ടമി, സൈറ്റോളജി ആൻഡ് ഫിസിയോളജി. മോർഫോളജി, ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. Anatomy, the branch of botany which deals with the study of internal features. Cytology or cell biology, the branch of botany which deals with the study of structural and functional, ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള കാര്യങ്ങൾ ആരുടെ, സെല്ലിൻ്റെ അല്ലേ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് സെൽസ്. ആൻഡ് ഫോർത്ത് വൺ, അവസാനം നമ്മൾ പറഞ്ഞത് ഫിസിയോളജി, ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈഫ് പ്രോസസ്സസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്. സസ്യങ്ങളിൽ നടക്കുന്ന എന്തിനെക്കുറിച്ച്, ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഫിസിയോളജി. ഓക്കെ.